അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികളെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി സിനി ആർട്ടിസ്റ്റ് മിസ് റോസിൻ ജോളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ അടുത്ത വിശിഷ്ടാതിഥി മിസ്റ്റർ രജികുമാർ സാർ. നമ്മുടെ കേരള സമാജം ബാംഗ്ലൂർ ജനറൽ സെക്രട്ടറിയാണ് രജികുമാർ സാർ. സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ RR നഗർ മുൻ കോർപ്പറേറ്റർ ശ്രീ ಮಂಜುನಾಥ್ ಸಾರ್ನೇ ವೇದಿಕೆಗೆ ಕ್ಷಣಿക്കുന്നു. ಸರ್ ದಯವಿಟ್ಟು ಸ್ಟೇಜ್ ಮೇಲೆ ಬರಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಿದ್ದೀನಿ. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോയൽ ജോർജ്, DBS ബ്ലാങ്ക് ക്ലസ്റ്റർ ഹെഡ് മിസ്റ്റർ പ്രവീൺ ദേവറായ്, BMS രഘുകുമാർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസറും വ്ലോഗറും ആയ മിസ്റ്റർ റാസൽ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോൺസൺ KJ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുൻപായി ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഔപചാരിക ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി സമാജം സെക്രട്ടറി ശ്രീമതി ഫിലോമിന മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസൺ, മുഖ്യാതിഥി മിസ് റോസിൻ ജോളി, മറ്റു വിശിഷ്ടാതിഥികളെ, സമാജം ഭാരവാഹികളെ, സമാജം കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓണം കഴിഞ്ഞിട്ടിപ്പോൾ 2 ആഴ്ചയായി എങ്കിലും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ. എല്ലാവരും പൂക്കളവും ഓണസദ്യയുമായി ഗംഭീരമായി ഓണം ആഘോഷിച്ചുവെന്ന് ഞാൻ കരുതുന്നു. പതിവ് പോലെ ഈ വർഷവും വിവിധ പരിപാടികളോടെ നമ്മൾ ഓണാഘോഷം നടത്തുകയാണ്. അതിജീവനത്തിൻ്റെ ഭാഗമായി മറുനാട്ടിൽ വന്ന് താമസിക്കുന്ന നമ്മളെപ്പോലുള്ള മറുനാടൻ മലയാളികളുടെ എക്കാലത്തെയും ആവേശമാണ് ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ. നമ്മുടെ ചെറുപ്പകാലത്തെ വർണ്ണശബളമായ ഓണത്തിൻ്റെ സ്മരണകൾ നിലനിർത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ആഘോഷങ്ങളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മഹാബലി, ചെണ്ടമേളം, തിരുവാതിരക്കളി തുടങ്ങിയ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഇന്നിവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കൂടുതൽ എന്തെങ്കിലും സംസാരിച്ച് മുഷിപ്പിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ അതിഥി നിങ്ങളേവർക്കും പരിചയമുള്ള സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമതി റോസിൻ ജോളിയാണ്. മാഡത്തെ ഞാൻ ഈ ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബാംഗ്ലൂർ കേരള സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ രജികുമാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രസിദ്ധ ബ്ലോഗർ ശ്രീ റാസിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു.
അതുപോലെ നമ്മുടെ മുഖ്യ അതിഥി പഴയ കോർപ്പറേറ്റർ മഞ്ജു സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പരിപാടിയും വിജയകരമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനശേഖരണം തന്നെയാണ്. കുറേ സ്ഥാപനങ്ങളും വ്യക്തികളും സാമ്പത്തികമായി നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ സ്പോൺസർ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ പ്രതിനിധിയായി ശ്രീ ജോയൽ ജോർജ് DVP ആൻഡ് റീജിയണൽ ഹെഡ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ പ്രവീൺ ദേവരെയാണ്. അദ്ദേഹം DBS ബാങ്കിൻ്റെ ക്ലസ്റ്റർ ഹെഡാണ്. അദ്ദേഹത്തിനും ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഐ ഹാർട്ട്ലി വെൽക്കം മിസ്റ്റർ പ്രവീൺ ദേവരെ ടു ദിസ് മലയാളം പ്രോഗ്രാം. വർഷങ്ങളായി നമ്മുടെ സമാജത്തിന് ഉദാരമായ സംഭാവന നൽകി വരുന്ന സ്ഥാപനമാണ് പ്ലാൻടെക് ഇൻ്റർനാഷണൽ. ഈ സ്ഥാപനത്തിൻ്റെ മേധാവി ശ്രീ ശശി വേലപ്പനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ വർഷങ്ങളായി ശ്രീ BMS രഘുകുമാർ നമ്മുടെ സമാജം കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് സ്പോൺസർ ചെയ്തു വരുന്നു. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉടമ ശ്രീ ടോജോ ജോണാണ്. അദ്ദേഹം നമ്മുടെ സമാജത്തിൻ്റെ എന്ത് ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ നമുക്കത് സാധിച്ചു തരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ജോസ് ആലുക്കാസ്, ഷോപ്പിംഗ് സിറ്റി മുതലായ പല സ്ഥാപനങ്ങളും വ്യക്തികളും നമുക്ക് സ്പോൺസർ തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വളരെയധികം അവർ നമുക്ക് വേണ്ടി പല സമയങ്ങളിലും നമുക്ക് സഹായം ചെയ്തവരാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നന്നായി നടത്തുവാനായി വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന നമ്മുടെ സമാജ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും ഇതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ സമാജ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചേച്ചി, അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസൺ സാറെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവർ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു പ്രഭാതം നേരുന്നു. 11 മണിയായി എങ്കിലും പ്രഭാതം ആശംസിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഈ വേദി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥികളായ ശ്രീ റജികുമാർ സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റോസിൻ മേഡം, മഞ്ജുനാഥ്, അതോടൊപ്പം രഘുകുമാർ സാർ, ജോയൽ, പ്രവീൺ, റാസൽ, സമാജ സെക്രട്ടറി, എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. സ്നേഹമുള്ള മലയാളി സമാജം അംഗങ്ങളെ, വീണ്ടും ഒരു ഓണം കൂടി ആഗതമായി. രാജരാജേശ്വരി നഗർ മലയാളി സമാജത്തിൻ്റെ 17ാമത് ഓണാഘോഷമാണിത്. 18 വർഷമായി നമ്മൾ ആരംഭം കുറിച്ചിട്ട് 17ാമത് ഓണ ആഘോഷമാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത്. കഴിഞ്ഞ 40 ഹലോ, നമുക്കറിയാം
ബാറ്ററി ഹലോ ചെക്ക്. 2006 ആരംഭിച്ച മലയാളി സമാജം അന്ന് 46 കുടുംബങ്ങളുമായി ആരംഭം കുറിച്ച രാജരാജേശ്വരി നഗർ മലയാളി സമാജം ഇന്ന് ഏകദേശം 500-ൽ പരം കുടുംബങ്ങളുള്ള ഒരു വലിയ വൃക്ഷമായിട്ട് രാജരാജേശ്വരി നഗറിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് പ്രസിഡൻ്റായി ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഈ സമാജം തുടങ്ങുമ്പോൾ 46 കുടുംബങ്ങളെ പല സ്ഥലത്തു നിന്നെടുത്ത് ഏകോപിപ്പിച്ചുകൊണ്ട് അന്നത്തെ പ്രാരംഭ പ്രസിഡൻ്റായ അല്ലെങ്കിൽ പ്രഥമ പ്രസിഡൻ്റായ ശ്രീമാൻ മാത്യു VC, അതുപോലെ നമ്മുടെ അന്നത്തെ സെക്രട്ടറി വിജയകുമാർ, ചന്ദ്രേട്ടൻ, അതുപോലെ മറ്റുള്ള ഞങ്ങൾ ഓരോരുത്തരും സംഘടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ഇന്ന് രാജേശ്വരി നഗറിൽ നിന്ന് ഇത്ര വലുതായി നിൽക്കുന്ന സമാജം. സ്നേഹമുള്ളവരെയും ഇതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അന്ന് വളരെ വളരെ ശക്തമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഈ തുടങ്ങി വെച്ച സംഘടനയെ പിൻകാലങ്ങളിൽ വന്ന ഓരോ ഭാരവാഹികളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചതാണ്. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് ആദ്യമായിട്ട് ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളോടുമാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ രാജരാജേശ്വരി സമാജം തുടങ്ങിയപ്പോൾ മുതൽ വളരെ ശക്തമായിട്ട് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ചു വരുന്ന ഒട്ടനവധി സംഘടനകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട സ്ഥാപനമാണ് മിസ്റ്റർ ശശി വേലപ്പൻ്റെ പ്ലാന്റെക് ഇൻ്റർനാഷണൽ. അദ്ദേഹം നമ്മളെ ആദ്യകാലം മുതലേ അതാത് ആവശ്യങ്ങളിൽ പ്രത്യേകമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മെറിറ്റ് അവാർഡ് തുടങ്ങി വെച്ചപ്പോൾ അതിനുവേണ്ടി എല്ലാ വർഷവും അത് സ്പോൺസർ ചെയ്യാമെന്നേറ്റ ശ്രീമാൻ രഘു സാറുണ്ട്. രഘു സാറിൻ്റെ ആ ഒരു നല്ല മനസ്സിന് ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ സമാജത്തിൻ്റെ ഇന്ന് നിൽക്കുന്ന ഈ വളർച്ചയുടെ പിന്നിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തുവാനായിട്ട് ഞാൻ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഓഫീസ് ഭാരവാഹികളും വളരെ കൃത്യതയോടെ അതുപോലെ വളരെ കഠിനാധ്വാനം ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്നിവിടെ കാണുന്ന ഈ പരിപാടികൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നെ കൂടെയുള്ള ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതുപോലെ ഓഫീസ് ഭാരവാഹികളുമാണ്. പല സാങ്കേതിക കാരണങ്ങളാൽ പലപ്പോഴും ഞാൻ അവിടെ എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓഫീസ് ഭാരവാഹികളും വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ അവർക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ നിമിഷം. അതുപോലെ തന്നെ നമ്മുടെ ഈ രാജരാജേശ്വരി മലയാളി സമാജം വെറും ഓണാഘോഷങ്ങൾ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിലാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 2018 കേരളമൊട്ടാകെ പ്രളയ ദുരിതമുണ്ടായപ്പോൾ അവിടേക്ക് കടന്നു ചെല്ലുകയും അന്നത്തെ സമാജം പ്രസിഡൻ്റെയും ഓഫീസ് ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നേതൃത്വത്തിൽ അവിടെ പോയി അവരെ സഹായിക്കുകയും ചെയ്തത് ഒരു വലിയ സംഭവമായി തന്നെ നമ്മൾ കരുതുന്നതാണ്. സമാജം ആദ്യമായിട്ട് പൊതുവായിട്ടിറങ്ങുന്നൊരു ആദ്യത്തെ സംരംഭമാണ് 2018 പ്രളയത്തിൽ കേരളത്തിലെ ഓരോ ജനതകളെ സഹായിക്കാനായിട്ട് മുമ്പോട്ടിറങ്ങിയത്. അതിനുശേഷം 2020 വന്ന കോവിഡ് മഹാമാരി നമുക്കറിയാം, അത് വളരെയധികം വിഷമം പിടിച്ചതായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും സാമ്പത്തികവും അതുപോലെ തന്നെ ആഹാരത്തിന് പോലും വകയില്ലാത്ത സമയമായിരുന്നു. ആ സമയത്തും അന്നത്തെ ഭാരവാഹികളായിരുന്ന അന്നത്തെ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസംഘടന അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മലയാളികളെയും മറ്റുള്ളവരെയും ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്, ശ്രീമാൻ നമ്മുടെ രജികുമാർ സാറിനെ പറ്റിയിട്ട്. 2020 കോവിഡ് കാലത്ത് രാജരാജേശ്വരിയിലും പ്രാന്തപ്രദേശങ്ങളിലും പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതുപോലെ മലയാളി വിദ്യാർത്ഥികളിവിടെ സ്ട്രക്കായിപ്പോയി. കാരണം വണ്ടികളില്ല, ബസ്സുകളില്ല പോകാൻ. ആ സമയത്ത്
ഞാൻ ഫോണിലൂടെ മാത്രം വിളിച്ച് സംസാരിച്ചപ്പോൾ റജികുമാർ സാറ് ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിമിഷം ഈ രാജരാജേശ്വര മലയാളി സമാജത്തിൻ്റെ പേരിലുള്ളതും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. കാരണം ഞാനും രജികുമാർ സാറും തമ്മിലുള്ള ബന്ധം ഒത്തിരി പഴയതാണ്. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, വെറും ഫോണിലൂടെ മാത്രം സംസാരിക്കുന്ന വ്യക്തികളാണ്. എന്നെ ശക്തമായി അറിയാം, എനിക്ക് സാറിനെ അറിയാം. പക്ഷേ ഞങ്ങൾ ആദ്യമായി കണ്ടത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കുച്ചപ്പേട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ MD-യുടെ വീട്ടിൽ വെച്ചാണ്. പക്ഷേ തോജോയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കാണുന്ന അന്നാണ്. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഒന്നും അറിയാതെ, ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നിലൂടെ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദി ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ മഞ്ജുനാഥ് സാറ്, നമുക്കറിയാം നമ്മുടെ മാജി കോർപ്പറേറ്ററാണ്. അതുപോലെ നളിനി മേഡമുണ്ട്. അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ ഒരിക്കലും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് ഈ വേദിയിൽ അവർ വന്നതിന് നമുക്കൊരു സന്തോഷമാണ്. സാർ, ನೀವು ಈ ವೇದಿಕೆ ಬಂದಿದ್ದಕ್ಕೆ ನಾವು ತುಂಬ സന്തോഷമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് എത്തിയിരിക്കുന്ന ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന നമ്മുടെ ശ്രീമതി റോസിൻ ജോളിയാണ്. എനിക്കും റോസിൻ ജോളിയെ പരിചയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ഈസ്റ്റ് കൾച്ചർ അസോസിയേഷനിലെ ഒരു കൾച്ചർ പ്രോഗ്രാമിൻ്റെ ഇൻചാർജായ ടോണി അഗസ്റ്റൻ മുഖാന്തരമാണ് ഞാൻ റോസിനെ പരിചയപ്പെട്ടത്. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നെ പറഞ്ഞു, നമ്മൾ മലയാളികളല്ലേ, മലയാളികളുടെ ആവശ്യത്തിലേക്ക് വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, ആ ഡേറ്റ് ഒന്ന് അങ്കിൾ പറഞ്ഞാൽ മതി, ഞാൻ വരാമെന്ന്. അപ്പോൾ ഏറ്റവും അടുപ്പമുള്ള മാതിരിയാണ് എന്നോട് റോസിൻ സംസാരിച്ചത്. അപ്പോൾ തന്നെ ഡേറ്റ് കൊടുത്തു. ഞാനത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് അമൃതരാജിനെ ഏൽപ്പിച്ചു. നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ചെയ്തു. അന്നപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനോട്, എനിക്ക് ഇവിടെ വരുവാൻ വേണ്ടി ഒരു വാഹനം മാത്രം അയച്ചു തന്നാൽ മതി, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞാൻ അതീവ താല്പര്യമുണ്ടെന്ന്. അതും ഈ വേളയെ നമ്മളെ സന്തോഷപ്രതിയാക്കുന്നു. മറ്റുള്ള എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു, റാസലിൻ്റെയും അതുപോലെയൊക്കെ. അതോടെ നമ്മുടെ ഈ 18ാമത്തെ വാർഷിക സമയത്ത് സമാജം 1-2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്കറിവുള്ളതാണ്, ഈ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് നമ്മുടെ സമാജത്തിൻ്റെ ആദ്യകാല മെമ്പറായിരുന്ന പ്രമോദന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് നമ്മളെല്ലാം തയ്യാറായപ്പോൾ എനിക്കറിയത്തില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സമാജത്തിലെ സമാജം അംഗങ്ങൾ പുതിയതായി വന്നവരും ഈ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്തത് പോലും സഹായത്തിൻ്റെ ഹസ്തവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം തോന്നി സഹോദരങ്ങളെ നമ്മുടെ സമാജത്തിൻ്റെ പ്രവർത്തനത്തിൽ. ഞാൻ ഈ അവസരം നിങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു വലിയ തുക തന്നെ നമുക്ക് സംഭരിക്കാൻ സാധിച്ചു. നമ്മൾ ആ തുക കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കുറച്ച് നമ്മുടെ കൈവശമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യ സമയത്ത് നമ്മൾ വീണ്ടും അത് ഉചിതമായ രീതിയിൽ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരിത സമയത്ത് ഉരുൾപൊട്ടുണ്ടായപ്പോൾ നമ്മൾ സമാജത്തിൽ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതും നിമിഷങ്ങൾക്കകം നമ്മുടെ ഒരു എമൗണ്ട് നമുക്ക് സംഭരിക്കാൻ സാധിച്ചു. ആ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ വശമുണ്ട്. അത് അവിടെ പോയി അന്വേഷിച്ച് ഉചിതമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കത് കൊടുക്കുവാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനായിട്ടൊരു കമ്മിറ്റിയെ നിയമിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അവർ പോയി അന്വേഷിച്ച് അതിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവിടെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പദ്ധതി ഇവിടെ ആലോചിക്കുന്നത്, നമ്മുടെ സമാജത്തിൽ അറിയുന്ന നിർധനനായ പഠിക്കുവാൻ കഴിവുള്ള കൊച്ച്, അത് പഠിപ്പിക്കുവാനായിട്ട് സാമ്പത്തികമില്ല. ഈ സാമ്പത്തികമില്ലാത്ത ഒരു കുട്ടിയെ സഹായിക്കാനായിട്ട്, സമാജം വഴി സഹായിക്കുവാനായിട്ട് സമാജ മെമ്പർമാർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സമാജമായി ബന്ധപ്പെടുക. അങ്ങനെ ഒരു പദ്ധതി നമുക്ക് തുടങ്ങാം. നമുക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ഒരു ഫണ്ട് തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ല പേരിടാം, കാരുണ്യ ഹസ്തം. കാരുണ്യയുടെ ഒരു ഹസ്തമായിട്ട് നമുക്കവരെ തുണയ്ക്കാം. എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് ഒന്ന് കൈയടിച്ച് പറയാം, അത് നല്ല കാര്യമാണോ എന്ന്. കാരണം രോഗികളായ ഒത്തിരി പേര് ഒക്കെ രോഗാവസ്ഥയിൽ മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ടുണ്ടാകും. മലയാളികൾക്കുള്ള ആത്മാഭിമാനം ഓർത്ത് അതാരും പറയില്ല. പക്ഷെ നമ്മൾ ഒരു സമാജം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ മലയാളികളായും അതുപോലെ കന്നഡികായ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ സഹായിക്കുവാനുള്ള ഒരു സന്നദ്ധ നമുക്കുണ്ടാകണം. അതിന് നമുക്കൊരു ഈ ഒരു ഫണ്ട് റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അതിന് സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഒരു ഫണ്ട് തുടങ്ങി ആ ഫണ്ടിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എമർജൻസി കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ
മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ മലയാളി സമാജം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സഹായിക്കുക, ചിലപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മറ്റുള്ള ഒരു അവസ്ഥ പറ്റി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അവർ നമ്മുടെ ഈ ഏരിയയിലാണെങ്കിൽ നമ്മളവരെ സഹായിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പം അതിനൊക്കെ നമുക്കൊരു ഹെൽപ്പ് നമ്പർ ആവശ്യമാണ്, ഒരു ഹെൽപ്പ് ഡെസ്ക് ആവശ്യമാണ്, അതും ഒരു ആലോചനയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഓണത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതികൾ ആലോചിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമാജത്തിൻ്റെ 18ാം വാർഷികം നമ്മൾ വരുന്ന അടുത്ത വർഷം 2025 ജനുവരി മാസം 25-ാം തീയതി വളരെ വിപുലമായ ആഘോഷങ്ങളോടെ നടത്തുവാനായിട്ട് നമ്മൾ ആലോചിച്ച് വരുന്നു. അതിനുവേണ്ടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ അരമണിക്കൂർ വൈകിപ്പോയി. 2 വാക്ക് ഓണത്തെപ്പറ്റി പറയുകയാണ്. അപ്പം നമുക്കറിയാം, കേരളത്തിൻ്റെ ഗ്രഹാതുരത്തിൻ്റെ മധുരസ്മരണകൾ ഉണർത്തി ഒരു പൊന്നോണ നാൾ കൂടി വന്നു സമാഗതമായിരിക്കുകയാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെതുമായ ആനന്ദം നുകരുന്ന കാലം. ഓരോ ഓണക്കാലവും കള്ളവും ചതിവും എള്ളോളമില്ലാതെ നല്ല നാടിൻ്റെയും ആ നാടിനെ നയിച്ച ഒരു ഭരണാധികാരിയുടെയും കുറിച്ചുള്ള സ്മരണ നമ്മിൽ ജനിപ്പിക്കുന്നത്. മാവേലി അഥവാ മഹാബലി എന്ന് നാം വിളിക്കുന്ന ആ വലിയ ചക്രവർത്തി ഓരോ മലയാളിയുടെ ഉള്ളിലും ചേർക്കപ്പെട്ട ഒരു നാമമാണ്. നമുക്കറിയാം, സ്നേഹവുമാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേക സാധനം. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും സ്നേഹിക്കാൻ മാത്രമാണ് ആ മതങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മളെ. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ ഒരു ഉത്സവവും കൂടിയാണ് നമ്മുടെ ഈ ഓണാഘോഷം. സ്നേഹമുള്ളവരെ, ഈ ഓണാഘോഷത്തിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഓണാഘോഷിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെയുള്ള കൂടുന്ന ഒരു കൂട്ടുകുടുംബത്തിൽ നമ്മൾ ഓണം ആഘോഷിച്ചപ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു നിർവൃതി ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ യാതൊരു ചഞ്ചലവുമില്ലാതെ മാതാപിതാക്കൾ ഒറ്റയ്ക്കിരുന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ എന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. പ്രായമുള്ള മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് നിർത്തിക്കൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ മാത്രമേ ആ ഓണം യാഥാർത്ഥ്യമാകുകയുള്ളൂ. സ്നേഹിതരെ, മഹാബലി കാണിച്ചു തന്ന ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെയും മുത്തശ്ശിമാരെയും സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ കൊച്ചുമക്കൾക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഓണം യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഓരോ ഓണവും ഓരോ മലയാളിക്കും മാതൃകയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ കൊച്ചു കുടുംബമായിക്കോട്ടെ വലിയ കുടുംബമായിക്കോട്ടെ ഒന്നിച്ചു ചേർന്ന് ഒരു പാത്രത്തിൽ നിന്നും ഒരു സദ്യ ഉണ്ണുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ വൈദ്യം. മറുനാട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഓണാഘോഷിച്ചുകൊണ്ടൊന്നും ആ ഒരു ചാതുരാർത്ഥ്യം നമുക്ക് ലഭിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും അവിടെ നിങ്ങളുടെ അപ്പനെയും അമ്മയൊക്കെ ചേർത്ത് നിർത്തി ഓണം ആഘോഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെയുള്ള ഒരു നല്ല ഓർമ്മ കൂടിയാകട്ടെ ഈ ഓണമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി പപ്പ. എൻ്റെ അപ്പനായതുകൊണ്ട് എനിക്ക് പപ്പ എന്ന് വിളിക്കാമല്ലോ അല്ലേ, അതുകൊണ്ട് ഞാൻ നന്ദി പപ്പ എന്നാണ് പറയുള്ളൂ. അടുത്തതായി ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. അതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ വിശിഷ്ട അതിഥി, സിനി ആർട്ടിസ്റ്റ് മിസ് റോസിൻ ജോളി. ടെലിവിഷൻ അവതാരികയും മലയാള സിനിമയിലെ അഭിനേത്രിയുമാണ് റോസിൻ ജോളി. 2013 മലയാളി ഹൗസ് എന്ന പ്രോഗ്രാമിലെ മത്സരാർത്ഥിയായിരുന്നു റോസിൻ ജോളി. അതോടൊപ്പം നിരവധി പരസ്യങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ബാങ്കോക്ക് വേനൽക്കാലം, ട്രാക്ക്, പാപ്പൻ, കാമുകി എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത വിശിഷ്ടാതിഥി ലോക കേരള സഭാ മെമ്പറും കേരള സമാജം ബാംഗ്ലൂർ ജനറൽ സെക്രട്ടറിയും ഫെയ്മ കർണാടക അസോസിയേഷൻ പ്രസിഡൻറ്റുമായ മിസ്റ്റർ രജികുമാർ സാറിനെ ദീപം തെളിയിക്കാൻ ക്ഷണിക്കുന്നു. നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസൺ KG അവർകളെയും സമാജം സെക്രട്ടറി ശ്രീമതി ഫിലോമിന മാത്യുവിനെയും സമാജം ട്രഷറർ ശ്രീ ചന്ദ്രൻ C അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കോർപ്പറേറ്റർ മിസ്റ്റർ മഞ്ജുനാഥ് അവർകളെയും BMS രഘുകുമാർ അവർകളെയും കൂടാതെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സായ ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡൻറ്റ് ആൻഡ് റീജിയണൽ ഹെഡ് മിസ്റ്റർ ജോയൽ ജോർജ്, DBS ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് മിസ്റ്റർ പ്രവീൺ ദേവറായ്, പ്ലാന്റെക് ഇൻ്റർനാഷണൽ MD മിസ്റ്റർ ശശി വേലപ്പൻ, അതോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായ മിസ്റ്റർ റാസൽ എന്നിവരെയും ദീപം തെളിയിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി കേരള സമാജം ബാംഗ്ലൂർ ജനറൽ സെക്രട്ടറി മിസ്റ്റർ രജികുമാർ സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ രാജരാജേശ്വരി നഗർ മലയാളി സമാജത്തിൻ്റെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് ശ്രീ ജോൺ സേട്ടൻ, ഈ പരിപാടിയുടെ മുഖ്യ അതിഥി മിസ് റോസലിൻ ജോളി, പ്രിയപ്പെട്ട മഞ്ജുനാഥ്, ശ്രീ റാസിൽ, ശ്രീ BMS രഘുകുമാർ, ശ്രീ ഫെഡറൽ ബാങ്കിൻ്റെ ശ്രീ ജോയൽ ജോർജ്, ശ്രീ പ്രവീൺ, കേരള സമാജം മലയാളി സമാജം രാജരാജേശ്വരി നഗറിൻ്റെ സെക്രട്ടറി ശ്രീമതി ഫിലോമിന, ട്രഷറർ ശ്രീ ചന്ദ്രൻ, എൻ്റെ പ്രിയ സുഹൃത്തും ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനുമായ ശ്രീ ടോജോ അടക്കമുള്ള പ്രിയപ്പെട്ട മലയാളി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, രാജരാജേശ്വരി നഗർ മലയാളി സമാജത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജോൺസേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ നേരിട്ടൊരു പരിചയമില്ലെങ്കിലും വളരെ വർഷങ്ങളായി ഫോണിൽ ബന്ധപ്പെടുകയും പല കാര്യങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് കേരള സമാജത്തിൻ്റെ മൂന്നാമത്തെ ഓണാഘോഷം വസന്തനഗറിലുള്ള അംബേദ്കർ ഭവനിൽ സമുചിതമായി നടക്കുകയാണ്. അവിടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പക്ഷേ ജോൺസേട്ടൻ്റെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത്. ഓണം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒന്നിച്ചു നിർത്തുന്ന ഏക വികാരമാണ് ഓണം. ഒരുപക്ഷെ കേരളത്തിൽ ടൂറിസ്റ്റ് വാരാഘോഷത്തോടു കൂടി ഓണം അവസാനിക്കുമെങ്കിൽ
കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും വിദേശ നാടുകളിലുമൊക്കെ തിരുവോണം കഴിഞ്ഞാലാണ് ഓണത്തിന് തുടക്കം കുറിക്കുന്നത്. ബാംഗ്ലൂരിൽ കേരള സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 10 ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട്. 10 മേഖലകളിലായിട്ടാണ് കേരള സമാജത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജാജിനഗർ മലയാളി സമാജവും കേരള സമാജത്തിൻ്റെ ഭാഗമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജോൺസേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 18 വർഷങ്ങൾക്ക് മുമ്പ് 2006 46 കുടുംബങ്ങളുമായി ആരംഭിച്ച് ഇന്ന് 500 കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സമാജത്തിന് എന്തോ ഒരു ശക്തിയുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഓണാഘോഷം നടത്തുന്ന ഒരു സംഘടനയല്ല ഇത്. കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരാൾക്കൊരു രോഗമുണ്ടായാൽ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ കൂടെ നിർത്താനുള്ള മനസ്സുള്ള കുറച്ച് നല്ല ആൾക്കാർ നയിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ, 18 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവൊന്നുമല്ല, ഈ 18 വർഷം കൊണ്ട് ഈ ഭാഗത്തുള്ള 500 കുടുംബങ്ങളെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നതെന്ന് അഭിമാനത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളിലും കേരള സമാജത്തിൻ്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരള സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 ആംബുലൻസ് സർവീസുകളുണ്ട്. 5ാമത്തെ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് ഈ വരുന്ന 6-ാം തീയതി ക്യാമ്പസ് ക്രൂസൈഡ് ഓഫ് ക്രൈസ്റ്റ് ഓഡിറ്റോറിയം ലിംഗരാജപുരത്ത് നടക്കുകയാണ്. 5ാമത്തെ ആംബുലൻസ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ബാംഗ്ലൂരിൽ ആര് മരിച്ചാലും, നമ്മുടെ ബന്ധുക്കൾ ആര് മരിച്ചാലും അവരുടെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ ആരും വിഷമിക്കേണ്ടതായിട്ടില്ല. പണമുള്ളവരുടെ നിന്ന് പണം വാങ്ങിയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കയ്യിൽ നിന്നും സൗജന്യ നിരക്കിലും ആരുമില്ലാത്തവരുടെ മൃതശരീരം സൗജന്യമായിട്ടും കേരള സമാജം നാട്ടിലെത്തിക്കാം എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ധാരാളം വൃദ്ധസദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ബാംഗ്ലൂരിൽ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പ്രായമായ ആരും വിഷമിക്കേണ്ടതായിട്ടില്ല. വാർദ്ധക്യ സമയത്ത് നോക്കാൻ ആളില്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന കേരള സമാജം നിങ്ങളെ നോക്കാനുണ്ടാകുമെന്ന് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ അതിനെ സഹായിക്കാൻ ഈ കൈയടിക്കുന്ന ടോജോ അടക്കമുള്ള നേതാക്കന്മാരുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ ബലം എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ಉತ್ತರವಾದಿತ್ವമുണ്ട്. ನಮ್ಮ ಈ ಭಾಗದ ನಾಯಕರಾದಂಥ ಮಂಜು ಅವರು ಬಂದಿದ್ದಾರೆ. ಅವರು ಮಲಯಾಳಿ ಜನಾಂಗಕ್ಕೆ ಹಲವಷ್ಟು ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. ಅದೇ ಥರ ನಾಯಕರು ನಮ್ಮ ಈ ಏರಿಯಾದಲ್ಲಿ ಬರೋದು ಮಲಯಾಳಿ ಜನಾಂಗದ ಆವಶ್ಯ ಅಂತ ಹೇಳಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೀನಿ. ತಾವು ಈ ಭಾಗದ ಕಾರ್ಪೊರೇಟರ್ ಆಗಲಿ MLA ಆಗಲಿ ಮಲಯಾಳಿ ಜನಾಂಗ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರ್ತೀನಿ ಅಂತ ಹೇಳಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೀನಿ. നമ്മളെ സഹായിക്കുന്നവരെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും മലയാളികൾക്ക് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. കാരണം നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ പരസ്പരം സ്നേഹിക്കാനും നമ്മളെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗം മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. കന്നഡക്കാരെ പോലെ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഈ ഭാരതത്തിൽ വേറൊരു സ്ഥലത്തുമില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാംഗ്ലൂരിൽ 100-ലധികം ഓണാഘോഷങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അവരെത്ര നല്ല ആൾക്കാരല്ലായിരുന്നെങ്കിൽ എന്നേ നമ്മളെയൊക്കെ ഇവിടുന്ന് അടിച്ചോടിച്ചിട്ടുണ്ടാവും. ഒരു ബംഗാളി വന്ന് ഒരു ബംഗാളി ആഘോഷം കേരളത്തിൽ നടത്തുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്നവർ കന്നഡ പഠിക്കണം, കന്നഡ സംസാരിക്കണം, കന്നഡ എഴുതാനും വായിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം.
അതുപോലെ ജോൺ സേട്ടൻ സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കി കൊണ്ടുപോകാനായിട്ട് മലയാളം മിഷൻ അടക്കമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മലയാളി സമാജം രാജാജിനഗർ നേതൃത്വം നൽകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും കേരള സമാജത്തിൻ്റെ എല്ലാവിധ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് കർണാടക മാതേ. താങ്ക് യു സർ. രജികുമാർ സാറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസൺ ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് MD മിസ്റ്റർ ടോജോ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാജം ട്രഷറർ ചന്ദ്രൻ സി അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് MD മിസ്റ്റർ ടോജോ സാറിനെ ആദരിക്കാൻ സമാജം ട്രഷറർ ചന്ദ്രൻ സി അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you. നമ്മുടെ കോർപ്പറേറ്റർ മഞ്ജുനാഥ് സാറിനെ ആദരിക്കുന്നതിനായി പ്രസിഡന്റ് ജോൺസൺ അവറുകളെ വിളിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി സിനി ആർട്ടിസ്റ്റ് മിസ് റോസിൻ ജോളിയെ ക്ഷണിക്കുന്നു. Respected President of Rajarajeshwari Club, Johnson Uncle, Rejikumar Sir, Manjunath Sir, Razil, സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ്, സ്പോൺസേഴ്സ്, എനിക്ക് പേരെല്ലാവരുടെയും അറിയത്തില്ല. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റുള്ള ഓഫീസ് ബെയറേഴ്സ് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ വെരി വെരി ഹാപ്പി ഓണം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പ്രസിഡൻറ്റും എനിക്ക് ഗസ്റ്റ് ഓഫ് ഓണർ പദവിയാണ് യൂഷ്വലി കിട്ടാറുള്ളത്. സോ ഈ പ്രസിഡൻറ്റും അതിൻ്റെ ചീഫ് ഗസ്റ്റും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം ഇവരൊക്കെ ഭയങ്കര ലിറ്റററി ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ വന്ന് എന്ത് സംസാരിക്കുന്നുള്ളൊരു ഡൗട്ടും കൺഫ്യൂഷനും എപ്പോഴും ഉണ്ട്. എന്നാലും ഈ വർഷത്തെ എൻ്റെ 6ാമത്തെ ഓണം സെലിബ്രേഷനാണ് ഇന്ന്.
സോ ചില അസോസിയേഷൻസിൻ്റെ പാർട്ടാണ്, ചില ഗസ്റ്റായിട്ട് പോയ കുറച്ച് സെലിബ്രേഷൻസ് ഉണ്ട്. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ഇന്ന് എൻ്റെ 6ാമത്തെ ഓണം സെലിബ്രേഷനാണ്. ഇത് കേൾക്കുമ്പം ഇവിടെ ഇരിക്കുന്ന ഒരു മലയാളിക്കും ഒരു സർപ്രൈസ് എലിമെൻ്റ് ഒന്നുമില്ല. കാരണം പലരും ചിലപ്പം 6ൽ മുകളിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3ാമത്തെ ഓണം സെലിബ്രേഷൻ തന്നെയായിരിക്കും എല്ലാവർക്കും, അല്ലേ? മിനിമം 1-2 ഓണം എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും. സോ മറ്റുള്ള നോൺ മലയാളി ഫ്രണ്ട്സിനാണ് ശരിക്കും ഓണം സെലിബ്രേഷൻ്റെ ഒരു സർപ്രൈസ് എലിമെൻറ്റ് വരുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഓണം എപ്പോഴേ കഴിഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ മലയാളീസ് ഇപ്പോഴും ഓണം ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായും ഐ എം സോ പ്രൗഡ് ടു ബി എ മലയാളി. നേരത്തെ ഇവിടെ രജികുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലും കേരളത്തിൻ്റെ പുറത്തുള്ള മലയാളീസാണ് ശരിക്കും ഓണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളത്. അതിൻ്റെ ഒരു ടെസ്റ്റ്മണിയാണ് ഇന്നിവിടെ ഈ നടക്കുന്ന ഒരു ഓണം സെലിബ്രേഷനും. സോ ഇപ്പം ഞാൻ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണോ എന്ന്. അല്ല, ഞാൻ ബാംഗ്ലൂർ റേസ്ഡാണ്, നാട്ടിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വാഴക്കുളം, മൂവാറ്റുപുഴ, അതാണ് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ജന്മനാട്. നാട്ടിൽ പോവും, പക്ഷേ ഐ എം റിയലി ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ബാംഗ്ലൂർ. അതുകൊണ്ട് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷേ എഴുതാനും വായിക്കാനും ഒന്നും അത്ര നല്ലോണം അറിയില്ല. ആൻഡ് ഐ എം ഷുവർ ഇന്നത്തെ ഇവിടുത്തെ കുട്ടികൾക്കും അത്ര നല്ലോണം ഒരു പക്ഷേ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലായിരിക്കും. പക്ഷേ സാറ് പറഞ്ഞ പോലെ കന്നഡ ബರುತ್ತೆ, കന്നഡ ഓതക്കാകത്തെ ബറിയക്കാകത്തെ. ദാറ്റ്സ് ബിക്കോസ് വി ആർ ബോൺ ആൻഡ് റേസ്ഡ് ഹിയർ. പക്ഷേ ഓണം എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. യുനോ, ഇപ്പോൾ ഇവിടെയാണെങ്കിലും ചെണ്ടമേളവും പൂക്കളവും ഓണത്തിൻ്റെ ഒരു ട്രൂ സ്പിരിറ്റിൽ നമ്മൾ മലയാളീസ് എന്നും ഓണം ആഘോഷിക്കുന്നുമുണ്ട്. ഓണം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ആൻഡ് ദ നെക്സ്റ്റ് ജനറേഷൻ. എനിക്കൊരു മോളുണ്ട്, 5 വയസ്സാണ് എൻ്റെ മോൾക്ക്, സേറ എന്നാണ് മോളുടെ പേര്. മോൾക്കാണെങ്കിലും മഹാബലിനെക്കുറിച്ചും ഓണത്തിനെക്കുറിച്ചും ഒക്കെ നല്ലോണം അറിയാം. സോ ഞാൻ ആലോചിക്കും, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? യുനോ, നമുക്ക് മലയാളം ശരിക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും ഓണത്തിനെക്കുറിച്ച് എല്ലാവർക്കും എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് അസോസിയേഷൻസ് ലൈക്ക് ദിസ്. ഇവിടുത്തെ സീനിയേഴ്സ് ഇന്ന് പറഞ്ഞു 18 വർഷമായി 18 ഇയേഴ്സ് ബാക്ക് തുടങ്ങിയ ഒരു സംഘടനയാണ്, ഫ്രം 46 to 500 മെമ്പേഴ്സ്. സോ ഇതുപോലെ ഓരോ സീനിയേഴ്സും, സീനിയേഴ്സ് ഞാൻ വിളിക്കുന്നത് എന്നെക്കാളും പ്രായം ഉള്ളവരെന്ന് ഉദ്ദേശിച്ച് മാത്രമാണ്. ഇത് തുടക്കം കുറിച്ച് ഈ നല്ല പ്രിൻസിപ്പിൾസ് ഇവിടെ ഇപ്പം പറഞ്ഞു, ബാംഗ്ലൂർ എത്തുന്ന മലയാളികൾക്ക് വേണ്ടി സഹായം കൊടുക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പേരൻസിനെ കൂടെ hold them together and celebrate with them. That is the true meaning of Onam എന്ന് പറഞ്ഞു. രജികുമാർ സാറ് പറഞ്ഞു ഇവിടുന്ന് ആംബുലൻസ് സർവീസ് അറേഞ്ച് ചെയ്ത്. സോ ഇതുപോലത്തെ നല്ല മോറൽസും പ്രിൻസിപ്പിൾസും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്ന ഇതുപോലത്തെ അസോസിയേഷൻസ് ആണ് ദ സ്ട്രെങ്ത് ഓഫ് ടുഡേയ്സ് യങ് മലയാളീസ് ഔട്ട്സൈഡ് കേരള എന്ന് ഞാൻ പറയുന്നു. സോ താങ്ക് യു ഫോർ ഷോയിങ് ദീസ് റൈറ്റ് ചാനൽസ് ടു അസ്. ഈ ഒരു അസോസിയേഷനിൽ എല്ലാവിധ ആശംസകളും ഞാൻ തീരുന്നു. കാരണം ഇവിടെ ജോൺസൺ അങ്കിൾ തന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തി കേട്ടോ. എല്ലാവരുടെയും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, മുഖങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എല്ലാവർക്കും നല്ലൊരു യൂണിറ്റി ഉണ്ട്, എല്ലാവരും ഇസ് വർക്കിംഗ് ടുവേർഡ്സ് ദ സെയിം ഗുഡ് കോസ് എന്നുള്ളത്. സോ ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഓണം സെലിബ്രേഷൻ. പിന്നെ ഇപ്പം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അധികം സിനിമയിൽ ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞല്ലോ, ഷീ ഈസ് 5 years old. അതുകൊണ്ട് എപ്പോഴും നാട്ടിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് കുറവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പോയി ചെയ്യാറുണ്ട്. ഇപ്പം സീ കേരളം കാണാറുണ്ടോ ആരെങ്കിലും? അതിൻ്റെ അകത്ത് വാത്സല്യം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു അവിടെ കൈവെക്കുന്നത്. സോ വാത്സല്യം സീരിയലിൽ ഞാൻ അഭിനയിച്ചിരുന്നു. എൻ്റെ ഒരു ചെറിയ ഗസ്റ്റ് റോളായിരുന്നു. സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നാളത്തെ ഷൂട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ടേക്ക് അപ്പ് സീരിയൽ കമ്മിറ്റ്മെൻറ്റ്സ്. എൻ്റെ ആദ്യത്തെ സീരിയലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അവർ പറഞ്ഞു ചെറിയ ഒരു ഗസ്റ്റ് റോളാണ്, ഒരാഴ്ചത്തെ ഷൂട്ടേ ഉള്ളെന്ന് പറഞ്ഞ് സീരിയൽ ഷൂട്ട് ചെയ്ത് ഞാൻ പോന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് കയറി ചെല്ലാൻ ചെറിയൊരു ഭയമുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടർ അവരങ്ങ് നെഗറ്റീവ് ആക്കി കളഞ്ഞു. ഈ സീരിയലിൻ്റെ ഒരു മെയിൻ ഹീറോയിൻ ഉണ്ടല്ലോ, അവരായിരിക്കും നന്മ മരം. അവരെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ ബാക്കിയുള്ളവരെല്ലാം അത്രയും അവർ അടിച്ച് അമർത്തും. സോ ഇപ്പം സീരിയലിൻ്റെ ത്രെഡൊക്കെ എവിടെയോ പോയി കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാറുണ്ട്. സോ ആൾക്കാർ ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ദുഷ്ടയല്ലേ നീ, ആ പെണ്ണിൻ്റെ ഭർത്താവിനെ നീ അടിച്ചു മാറ്റിയില്ലേ?
അയാളെ കെട്ടിയില്ലേ, ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. അന്ന് ഇതൊക്കെ അഭിനയിച്ചപ്പോൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ സീരിയലിൻ്റെ ത്രെഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഐ ഹോപ്പ് ഞാൻ താഴത്തേക്ക് എത്തുമ്പോഴും ആരും എന്നോടൊന്നും പറയില്ല, എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. Once again, thank you for inviting me to be part of this beautiful Onam celebration. I congratulate Rajarajeshwari Club for 18 years of excellence and celebration. And ഇനിയും ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇനിയും ആഘോഷങ്ങളിൽ ചേരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു വൺസ് അഗൈൻ. താങ്ക് യു മാഡം. മിസ് റോസിൻ ജോളിയെ ആദരിക്കുന്നതിനായി സമാജം സെക്രട്ടറി ശ്രീമതി ഫിലോമിന മാത്യുവിനെയും ജോയിൻറ്റ് ട്രഷറർ ശ്രീമതി നൈസി മാത്യുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നതിനായി സമാജം മുൻ പ്രസിഡന്റ് ജിജോ സാറിനെയും ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. ഇത്രയും പേരിവിടെ ഉണ്ടായിട്ട് ഒരു കയ്യടി ഇല്ലെങ്കിൽ വളരെ മോശമാണ്. നന്ദി ഫിലോമിന ചേച്ചി, നൈസി ചേച്ചി ആൻഡ് ജിജോ സാർ. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോയൽ ജോർജിനെ ആദരിക്കുന്നതിനായി സമാജം മുൻ സെക്രട്ടറി മിസ്റ്റർ സന്തോഷ് കുമാർ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sir. DBS Bank Cluster Head Mr. Praveen Devre അവരെ ആദരിക്കുന്നതിനായി സമാജം വൈസ് പ്രസിഡന്റ് മിസ്റ്റർ അമൃത് രാജ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി BMS രഘുകുമാർ അവരെ ആദരിക്കുന്നതിനായി മുൻ പ്രസിഡന്റ് മിസ്റ്റർ ബാലചന്ദ്രൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാലചന്ദ്രൻ സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എത്തിയിട്ടില്ല. പ്രസിഡന്റ് ജോൺസൺ സാറിനെ ക്ഷണിക്കുകയാണ് BMS രഘുകുമാർ സാറിനെ ആദരിക്കുന്നതിനായി. സോഷ്യൽ ഇൻഫ്ലുവൻസറും ബ്ലോഗറും ഈയിടെ റിലീസായ നമ്മ മാവേലി ബംഗളൂരു എന്ന മ്യൂസിക് ആൽബത്തിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ മിസ്റ്റർ റാസിൽ അവരെ ആദരിക്കുന്നതിനായി സമാജം AC മെമ്പർ മിസ്റ്റർ സൂരജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെ കൂടാതെ നമ്മുടെ പരിപാടിയുടെ സ്പോൺസേഴ്സായ
ജോസ് ആലുക്കാസ് പ്രതിനിധി മിസ്റ്റർ കൃഷ്ണാനന്ദ്, മലബാർ ഗോൾഡ് പ്രതിനിധി മിസ്റ്റർ അരുൺ എന്നിവരെ ആദരിക്കുന്നതിനായി സമാജം പ്രസിഡന്റ് ശ്രീ ജോൺസൺ സാറിനെ ക്ഷണിക്കുകയാണ്. മലബാർ ഗോൾഡ് പ്രതിനിധി മിസ്റ്റർ അരുൺ, ജോസ് ആലുക്കാസ് പ്രതിനിധി മിസ്റ്റർ കൃഷ്ണാനന്ദ്. അടുത്തതായി ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോയൽ ജോർജിനെ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ജോയൽ ജോർജ് 2 വാക്ക് സംസാരിക്കുന്നതിനായി. ഹലോ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, ഓണം ആഘോഷിക്കാനായിട്ട് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലയാളികൾ എന്നോളം എന്നും ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണം. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും അതിലുപരി വലിയ ത്യാഗ മനോഭാവത്തിൻ്റെയും ഒരു വലിയ ആഘോഷമാണ് ഓണം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് നാട്ടിലായിക്കോട്ടെ, കേരളത്തിലോ കേരളത്തിന് വെളിയിലോ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, അന്റാർട്ടിക്കയിൽ ഒരു മലയാളി അവിടെയുള്ള ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചത് നമ്മൾ പത്രങ്ങളിൽ കണ്ടു. അത്തരത്തിൽ ഒരു വലിയ ആഘോഷത്തിൻ്റെ, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരവസരമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ധാരാളം കളികൾ, എന്തെല്ലാം കളികൾ നമ്മളെ ഒരുമിപ്പിക്കുന്നു. ഒരു ഒത്തൊരുമയുടെ ഒരു വലിയൊരു ആഘോഷം കൂടെയാണ് ഓണം. നമ്മൾ ധാരാളം ഓണക്കഥകൾ കേട്ടിട്ടുണ്ട്. എന്തെല്ലാം ഓണക്കഥകൾ കേട്ടാലും അത് എത്തി നിൽക്കുന്നത് സമത്വവും മാനവികതയും അതിലൂന്നിയുള്ള കഥകളാണ് നമ്മൾ ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. സമത്വം എന്ന് പറയുമ്പോൾ നമ്മൾ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. അങ്ങനെ ധാരാളം പാട്ടുകൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമത്വം, എല്ലാവരെയും ഒരുമിച്ച് കാണുക, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കാണുക. നമ്മൾ മുമ്പേ റെജി സാർ അതേപോലെ ജോൺസൺ സാറൊക്കെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, നമ്മൾ ഫൈനലി എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കാണുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി നമ്മളെ പറ്റുന്ന നന്മ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സമയം, നമ്മളുടെ പൈസ, നമ്മളുടെ ആരോഗ്യം, ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ഓണത്തിന് ഒരു നല്ലൊരർത്ഥം കിട്ടുന്നത്. എനിക്കറിയാം നമ്മൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നമ്മൾ ഇനിയും ധാരാളം കലാവിരുന്നുകൾ, ദൃശ്യവിരുന്നുകളൊക്കെ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മളിവിടെ കന്നഡ നാട്ടിൽ വന്നിട്ട് റെജി സാർ പറയുണ്ടായി നമ്മൾ കന്നഡ പഠിക്കണം. ഞാനും കന്നഡ നന്നായിട്ട് സംസാരിക്കും.
നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും നമ്മൾ ആ സമൂഹവുമായിട്ട് നമ്മൾ ഒത്ത് ഇടപഴകി ജീവിക്കുന്ന ഒരു നല്ല ഒരു മനസ്സുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് മലയാളികൾ. ഇത് നമ്മളെ ഒരുമിപ്പിക്കുന്നത് ഭാഷയാണ്. മലയാള ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ നമ്മളെ ഒരുമിപ്പിക്കാനുള്ള വലിയൊരു പവറുണ്ട്. നിങ്ങൾ മലയാളത്തെക്കുറിച്ച് ധാരാളം കവിതകൾ, ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്, അല്ലേ? അവിടെ കവി പറഞ്ഞത് കേരളമെന്നല്ല, മലയാളം എന്നുള്ളതാണ്. മലയാളം ആണ് നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ചില കേരള സമാജങ്ങളിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മൾ ഇവിടെ വന്ന് കന്നഡ പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സിനി ആക്ട്രസ് ഇവിടെ പറയുകയുണ്ടായി, മേഡത്തിന് മലയാളം എഴുതാനായിട്ട് മേഡം ട്രൈ ചെയ്തേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. അപ്പോൾ കേരള സമാജം പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങൾക്ക് നമ്മുടെ മലയാള ഭാഷയെ കൂടെ പഠിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ മദർ ടങ് ആയിട്ടുള്ള മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെ കൂടെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഈവൻ നമ്മുടെ RR നഗറിലെ കേരള സമാജവും ഒരു സ്റ്റെപ്പ് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ചുവടുവെൽപ്പ് തന്നെയായിരിക്കും. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ റെജി സാർ പറയുണ്ടായി, കേരള സമാജം ഫൈനലി 5 ആംബുലൻസ് നമ്മുടെ ബന്ധപ്പെട്ടവർ ആര് മരിച്ചു കഴിഞ്ഞാലും നാട്ടിലെത്തിക്കാനായിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതൊരു വലിയൊരു പ്രോമിസാണ്. ഇത് കൂട്ടായ്മയുടെ വലിയൊരു പ്രോമിസാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ പ്രോമിസാണ്. ഇത്തരത്തിൽ പതിരരെ, അതായത് കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇവൻ വയനാടിനെ കുറിച്ചുള്ള നമ്മുടെ വലിയൊരു കൺസേൺ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുക തന്നെ ഉണ്ടായത്. അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ കേരള സമാജം ഇവിടെ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള സമാജവും മലയാളികളുമായിട്ട് ഒരു കേരള ബേസ്ഡ് ബാങ്ക്, കേരളത്തിൽ ഹെഡ് ഓഫീസുള്ള ബാങ്ക്, അതേപോലെ ധാരാളം മലയാളീസ് വർക്ക് ചെയ്യുന്ന ബാങ്ക്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ 1550 ശാഖകളിലും ഓണാഘോഷം പൂക്കളമിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതേപോലെ ഓണപ്പാട്ടുകളും ഓണക്കളികളും അവിടെ നടക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ. ഈവൻ വി ഹാവ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ. ദെയർ ഓൾസോ വി ആർ സെലിബ്രേറ്റിംഗ് ഓണം. അത്തരത്തിൽ നമ്മൾ മലയാളികൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ മലയാളത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ടും ഒരുമിച്ച് കൂട്ടാനായിട്ടും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തന്ന ഈ ഒരു അവസരത്തിന്, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിന് ഈ തന്ന അവസരത്തിന്, ഈ ഒരു കേരള സമാജവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് സന്തോഷ് സാറിനും അതേപോലെ ജോൺസൺ സാറിനും ഇതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി സർ. അടുത്തതായി സോഷ്യൽ ഇൻഫ്ലുവൻസറും വ്ളോഗറുമായ മിസ്റ്റർ റാസിലിനെ നമ്മളോട് 2 വാക്കുകൾ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നമ്മൾ നാട്ടിലേക്ക് ഓടാറാണ് പതിവ്. ഓണത്തിന് ട്രെയിനും ബസ്സൊക്കെ ബുക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം, ആ ഒരു ഓണസദ്യ കഴിക്കാനും എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം നാട്ടിലെ ഓണം കഴിഞ്ഞാൽ എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വരുവായി പതിവ്. കാരണം ഇവിടെ ഒരു ജനുവരി വരെ ഓണാഘോഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആൾക്കാരോട് ഇപ്പം അടിച്ചു കയറി ഇങ്ങോട്ട് വാ എന്ന് പറയേണ്ട ഒരു ഡയലോഗ് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ രാവിലെ തന്നെ നാട്ടിലെത്തിയ ഒരു ഫീലുണ്ട്. സത്യം പറയാണല്ലോ, കാരണം എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങി നേരെ നാട്ടിലേക്കാണോ വന്നത് എന്ന് തോന്നിപ്പോയി. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള മലയാളികൾ ഇങ്ങനെ ഓരോ ഭാഗത്തായി ഒത്തൊരുമിക്കുന്നതിലും എല്ലാവരും ഒരുമിച്ച് കൂടി ഈ ഒരു ഓണാഘോഷം എന്താ പറയുക അടിപൊളിയാക്കുന്നതിലൊക്കെ. ഇപ്പം
ഈ രാജരാജേശ്വരി ഭാഗത്തുള്ള മലയാളികളൊക്കെ ഇന്ന് വന്നുകൊണ്ട് തന്നെ ഒന്ന് കാണാനും ഇനി പരിചയപ്പെടാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒരു ആൽബം ലോഞ്ച് ചെയ്തിരുന്നു, ബാംഗ്ലൂരിലെ നമ്മ മാവേലി എന്നുള്ളൊരു ആൽബം. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളൊരു വലിയൊരു ആഗ്രഹം, കർണാടകയോടൊപ്പം തന്നെ കേരളത്തിലെ ചില ആഘോഷങ്ങളെ ഇവിടുത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എന്നായിരുന്നു നമ്മൾ മനസ്സിൽ കണ്ടിരുന്നൊരു കാര്യം. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാനും പറ്റി. പിന്നെ മറ്റൊരു ട്രെൻഡായിട്ട് എല്ലാവർക്കും ഉള്ളിലും ഒരു മാവേലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മാവേലി വേഷം താടി വെച്ചുകൊണ്ടായിരുന്നു അഭിനയിച്ചത്. അപ്പം എന്താ പറയുക, നമ്മൾ ഇതുവരെ താടി ഇല്ലാത്ത മാവേലിനായിരുന്നു എല്ലാവരും കണ്ടിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കിയത് താടിയുള്ള ഒരു മാവേലി ആ ഒരു കോസ്റ്റ്യൂമിൽ ചെയ്തപ്പം എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തന്നു എന്നുള്ള വലിയൊരു സപ്പോർട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ കൂടുതൽ വാക്ക് പറയുന്നില്ല. അപ്പോൾ എല്ലാവരോടും കൂടി ഹാപ്പി ഓണം. താങ്ക് യു. അടുത്തതായി മെറിറ്റ് അവാർഡ് കൊടുക്കുന്ന ചടങ്ങാണ്. അടുത്തതായി നമ്മുടെ സമാജത്തിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും ആദരിക്കുന്ന ചടങ്ങാണ്. കഴിഞ്ഞ വർഷത്തെ മെറിറ്റ് അവാർഡ് ജേതാക്കൾക്കാണ് നമ്മൾ ഇന്നിവിടെ സമ്മാനം കൊടുക്കുന്നത്. ഈ അവാർഡുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ BMS രഘുകുമാർ സാറാണ്. അവാർഡുകൾ നൽകുന്നതിനായി മിസ്റ്റർ രഘുകുമാർ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അവാർഡ് ജേതാക്കൾ മാതാപിതാക്കളോടൊപ്പം സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ അവാർഡ് 10th സ്റ്റാൻഡേർഡ് CBSE അർജുൻ എസ് നായർ, 94.4%, സൺ ഓഫ് മിസ്റ്റർ സന്തോഷ് കുമാർ ആൻഡ് മിസ്സസ് ധന്യ സന്തോഷ്. നല്ലൊരു കയ്യടി കൊടുക്കണം. അർജുൻ സ്ഥലത്തില്ലാത്തതിനാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അർജുൻ്റെ പേരൻസ് അവാർഡ് ഏറ്റുവാങ്ങുന്നതായിരിക്കും. അടുത്തതായി 12th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസിൽ അതിഥി ജയരാജാണ് ഒന്നാമതായി എത്തിയിരിക്കുന്നത്. അതിഥി 90.33% കരസ്ഥമാക്കിയിരിക്കുന്നത്. ഡോട്ടർ ഓഫ് ജയരാജ് PV ആൻഡ് രാഖി PV. അതിഥിയെയും മാതാപിതാക്കളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി 12th സ്റ്റാൻഡേർഡ് CBSE വിസ്മയ G എടപ്പാട്, 73.4%, ഡോട്ടർ ഓഫ് ജിജോ EV ആൻഡ് ജയശ്രീ ജിജോ. അടുത്തതായി മെമൻറ്റോ നൽകൽ ചടങ്ങാണ്. 10th സ്റ്റാൻഡേർഡ് CBSEയിൽ നിന്നും ആദിത്യ രാജ്, സൺ ഓഫ് രാജേഷ് PC ആൻഡ് സ്മിത രാജേഷ്. മെമൻറ്റോ സ്വീകരിക്കുന്നതിനായി ആദിത്യ രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെമൻറ്റോ നൽകുന്നതിനായി EC മെമ്പർ ജിഷയെ വിളിക്കുകയാണ് സ്റ്റേജിലേക്ക്. അടുത്തതായി 12th സ്റ്റേറ്റ് ശ്രീ ഹരി കൃഷ്ണൻ, സൺ ഓഫ് ശ്രീധർ R ആൻഡ് രഞ്ജിനി. മെമൻറ്റോ നൽകുന്നതിനായി രമേഷ് കുമാർ, സമാജത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 12th സ്റ്റാൻഡേർഡ് CBSEയിൽ നിന്നും വൈഷ്ണവ് G എടപ്പാട്ടാണ്, സൺ ഓഫ് ജിജോ EV ആൻഡ് ജയശ്രീ ജിജോ.
മെമൻറ്റോ നൽകുന്നതിനായി EC മെമ്പർ ശ്രീധരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച നമ്മുടെ സമാജത്തിലെ വേറിട്ട് നിൽക്കുന്ന പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ദീപ നായർ. സ്വദേശം പാലക്കാട്. എഴുത്തിലും പാചകത്തിലുമായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലും കഥകളും കവിതകളും ലേഖനങ്ങളും പാചകക്കുറിപ്പുകളും എഴുതാറുണ്ട്. എൻ്റെ കുത്തിക്കുരുക്കലുകൾ എന്ന പേരിൽ 41 കവിതകൾ അടങ്ങുന്ന ഒരു കവിതാ സമാഹാരം 2023 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2022 വനിതാ പാചകറാണി സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. ബ്രാഹ്മിൻസ്, ഡബിൾ ഹോസ്, നിറബറ തുടങ്ങിയ ബ്രാൻഡുകളുടെ മത്സരങ്ങളിൽ തുടർച്ചയായി വിജയിയാണ്. സമാജ മലയാള മിഷൻ പഠന കേന്ദ്രത്തിൻ്റെ ആദ്യകാല അധ്യാപിക കൂടിയാണ് ശ്രീമതി ദീപ നായർ. ശ്രീമതി ദീപ നായരിനെ ആദരിക്കുന്നതിനായി സമാജം EC മെമ്പർ ശ്രീമതി മഞ്ജു രൂപേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക. എല്ലാവരും നല്ലൊരു താങ്ക് യു മഞ്ജു ചേച്ചി. അടുത്തതായി രാജീവ് ആർഎസ്. സ്വദേശം തിരുവനന്തപുരം. 28 വർഷമായി സീനിയർ സ്വിമ്മിംഗ് കോച്ചായി ബസവനഗുഡി അക്വാട്ടിക് സെൻറ്ററിൽ ജോലി നോക്കുന്നു. കർണാടക സംസ്ഥാന കോച്ചായി നിരവധി തവണ നാഷണൽ ഗെയിംസ്, സീനിയർ നാഷണൽസ്, ജൂനിയർ നാഷണൽസ് ഒക്കെ ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മേജർ അച്ചീവ്മെൻറ്റ്സ് ആണ് ഞാൻ ചുവടെ വായിക്കുന്നത്. ഇന്ത്യൻ പാരാലിമ്പിക്സ് കോച്ച് 2024 പാരീസ്, വേൾഡ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ദോഹ 2024, FINA ഓപ്പൺ വാട്ടർ ചാമ്പ്യൻഷിപ്പ് ഉസ്ബെക്കിസ്ഥാൻ 2023, ഏഷ്യൻ ഓപ്പൺ വാട്ടർ ചാമ്പ്യൻഷിപ്പ് തായ്ലൻഡ്, FINA ജൂനിയർ ഓപ്പൺ വാട്ടർ ചാമ്പ്യൻഷിപ്പ് ഇസ്രായേൽ 2018, ഏഷ്യൻ ബീച്ച് ഗെയിം വിയറ്റ്നാം 2016, വേൾഡ് പാരാ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ USA 2013, വേൾഡ് പാരാ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ഡെൻമാർക്ക് 2012. ഇദ്ദേഹം ഇവിടെയെല്ലാം റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി സമാജം സീനിയർ EC മെമ്പർ ശ്രീ ഉണ്ണികൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി മിസ്റ്റർ സതീഷ് തോട്ടശ്ശേരി. സ്വദേശം പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്തുള്ള അയിലൂർ. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസം. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. HP അഡ്മിനിസ്ട്രേഷൻ മാനേജറായി വിരമിച്ചു. ഇപ്പോൾ മലയാളവും കേരളവുമായി ബന്ധപ്പെട്ട പുരാരേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്ന ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ്സ് ഫൗണ്ടേഷൻ്റെ പ്രോജക്റ്റ് മാനേജറാണ്. ബംഗളൂരു ഡെക്കൻ കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, കേരള സമാജം ബാംഗ്ലൂർ സൗത്ത് വെസ്റ്റ് സെക്രട്ടറി, മുൻ പ്രസിഡന്റ്, കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാള മിഷൻ കർണാടക ചാപ്റ്റർ PRO, പുരാഗമന കലാസാഹിത്യ സംഘം കർണാടക ഘടകം ജോയിൻറ്റ് സെക്രട്ടറി. സാമൂഹ്യ മാധ്യമങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും കഥയും കവിതയും ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നു. മലയാള മിഷൻ പ്രസിദ്ധീകരണം പൂക്കാലത്തിൽ 2 വർഷമായി ബാലസാഹിത്യ കഥകളും കവിതകളും എഴുതിക്കൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് റൈറ്റേഴ്സ് ബംഗളൂരു ചെറുകഥാ പുരസ്കാരം, കൊച്ചിൻ സാഹിത്യ അക്കാദമി സുവർണ തൂലിക പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ അനുഭവ നർമ്മ നക്ഷത്രങ്ങൾ, പവിഴമല്ലി പൂക്കും കാലം. സാറിന് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നതിന് സാധിച്ചതില്ല. അതുകൊണ്ട് സാറിനെ ഈ നിമിഷത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്ത് സാറിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു.
അടുത്തതായി നമ്മുടെ സമാജത്തിലെ സീനിയർ ആയിട്ടുള്ള EC മെമ്പേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി സമാജം പ്രസിഡന്റ് ജോൺസൺ ചേട്ടൻ വേദിയിലിരിപ്പുണ്ട്. ആദ്യമായി K. ബാലചന്ദ്രൻ. ഇദ്ദേഹം സമാജത്തിൽ തുടക്കം മുതൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും സമാജത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച് സമാജത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ മരുമകനായ മിസ്റ്റർ രമേശിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ഉണ്ണികൃഷ്ണൻ നായർ. നമ്മുടെ സമാജത്തിൻ്റെ തുടക്കം മുതൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വീടുകളുള്ള ഒരു പ്രദേശം മുഴുവൻ ഒറ്റയ്ക്ക് സമാജത്തിൻ്റെ പ്രവർത്തനം ഇദ്ദേഹം നോക്കി നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ചന്ദ്രൻ C. സമാജത്തിലെ തുടക്കക്കാരിൽ ഒരാൾ. സമാജം ബൈലോ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ പ്രവൃത്തികളിലും അന്നു മുതൽ ഇന്ന് വരെ സജീവം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സമാജത്തിൻ്റെ ട്രഷറർ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് മിസ്റ്റർ ചന്ദ്രൻ C. അവർകൾ. വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ചെണ്ടമേളക്കാരെ ആദരിക്കുന്ന ചടങ്ങാണ്. കണ്ണിനും കാതിനും മനസ്സിനും കുളിർമ നൽകി സമാജം വേദിയെ പുളകമണിയിച്ച് വാദ്യമേളക്കാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ നന്ദു, മിസ്റ്റർ അനിൽകുമാർ, മിസ്റ്റർ വിഷ്ണു ആൻഡ് മിസ്റ്റർ വിപിൻ. ഇവരെ ആദരിക്കുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ റിജുൽ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റിജുൽ സർ. വിഭവസമൃദ്ധമായ സദ്യ എല്ലാവർക്കുമായി കാത്തിരിക്കുന്നു. നമ്മുടെ കലവറയുടെ കപ്പിത്താനായ നമ്പീശൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെ ആദരിക്കുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ ഷാജി കുന്നോത്ത് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചെണ്ടമേളക്കാരായ മിസ്റ്റർ നന്ദു, മിസ്റ്റർ അനിൽകുമാർ, മിസ്റ്റർ വിഷ്ണു ആൻഡ് മിസ്റ്റർ വിപിൻ. EC മെമ്പർ ശ്രീ റിജുലെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്.
താങ്ക് യു. അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്, എന്താണ് കാത്തിരുന്നത്? സദ്യയല്ല. സദ്യയ്ക്ക് പകരം എന്താണ്? അതിനു മുമ്പ് ആരെങ്കിലും എനി ഗെസസ്? ഇന്ന് രാവിലെ ഇവിടെ ഒരു മത്സരം നടത്തിയിരുന്നു. പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ടാണ് അല്ലേ? അപ്പോൾ പൂക്കള മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനവും സമ്മാനദാനവുമാണ്. ഇന്നത്തെ നമ്മുടെ ജഡ്ജസ് മിസ്സസ് രാഖിയ ഘോഷ് ആൻഡ് മിസ്സസ് നിത്യ മുച്ചിക്കൽ, അവർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരെ ആദരിക്കുന്നതിനായി സമാജം സെക്രട്ടറി മിസ്സസ് ഫിലോമിന മാത്യുവിനെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ ജഡ്ജസ് മിസ്സസ് രാഖിയ ഘോഷ് ആൻഡ് മിസ്സസ് നിത്യ മുച്ചിക്കൽ, രണ്ടുപേരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിസ്സസ് നിത്യ മുച്ചിക്കൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കയ്യടി, നല്ലൊരു കയ്യടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നിരിക്കുകയാണ്. ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നതിനായി ഇവിടെ ഞാൻ EC മെമ്പർ ശ്രീ സൂരജ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സമാജം EC മെമ്പർ ശ്രീ സൂരജ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വേണ്ടി ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ മഹാദേവൻ സാറാണ്. ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ മഹാദേവൻ സാറാണ്. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യാൻ പോവാണ്. അത് സൂരജ് സാർ തന്നെ നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് അനീസ ആൻഡ് ടീം. അനീസ ആൻഡ് ടീം, നല്ലൊരു കൈയടി കൊടുക്കുക. വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഹോൾ ടീം. സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത EC മെമ്പർ അത് അനൗൺസ് ചെയ്യും. രണ്ടാം സമ്മാനം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ അനിൽ കുമാർ ജി. സമ്മാനം നൽകുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ രഘുനാഥ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രഘുനാഥ് സാർ. രഘുനാഥ് സാർ ഇവിടെ കാണുവാനില്ല. ഓക്കെ, വരുന്നുണ്ട് സാർ, വരുന്നുണ്ട്. ഞാൻ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, സാർ തന്നെ അനൗൺസ് ചെയ്യണം. സെക്കൻഡ് പ്രൈസ്. Okay, Sony and team is the winners. Second prize, Sony and team.
തേർഡ് പ്രൈസ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്സസ് ശ്രീമതി നമ്പ്യാർ അവർകളാണ്. സമ്മാനം നൽകുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ വിനീഷ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് വിപേഷ് ആൻഡ് ടീം. തേർഡ് പ്രൈസ് വിപേഷ് ആൻഡ് ടീം. സമ്മാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. പ്രോത്സാഹന സമ്മാനമുണ്ട് പൂക്കളം മത്സരത്തിന്. ആഫിയ ആൻഡ് ടീം ആൻഡ് അരുൺ ആൻഡ് ടീം വേദിയിലേക്ക് ദയവായി കടന്നു വരിക. പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ആഫിയ ആൻഡ് ടീം, അരുൺ ആൻഡ് ടീം. ഇവർക്ക് സമ്മാനം നൽകുന്നതിനായി EC മെമ്പർ രമേശ് ഏട്ടനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അടുത്തതായി പൂക്കളം വിത്ത് ഫാമിലി എന്ന ഓൺലൈൻ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനവും സമ്മാനദാനവുമാണ്. ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷോപ്പിംഗ് സിറ്റി RR നഗറാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഷജിൻ തോമസ് ആൻഡ് ഫാമിലി. ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർക്കുള്ള സമ്മാനം രമേശ് ഏട്ടൻ നൽകിയിരിക്കുകയാണ്. അടുത്തതായി സെക്കൻഡ് പ്രൈസ് സുനിൽ കുമാർ ആൻഡ് ഫാമിലി. ഷജിൻ തോമസ് ആൻഡ് ഫാമിലി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർക്ക് സമ്മാനം നൽകുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ രമേശ് നാരായണൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സുനിൽ കുമാർ ആൻഡ് ഫാമിലിയാണ്. സുനിൽ കുമാർ ആൻഡ് ഫാമിലി വേദിയിലേക്ക് കടന്നു വരണം. സുനിൽ കുമാർ ആൻഡ് ഫാമിലി രണ്ടാം സമ്മാനം. ഇവർക്ക് സമ്മാനം നൽകുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ ദിനേശ് കുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാം സമ്മാനം ലഭിച്ച സുനിൽ കുമാർ ആൻഡ് ഫാമിലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, സുനിൽ കുമാർ ആൻഡ് ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് കരുതേണ്ടത്. ഓക്കെ, മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജയശ്രീ ജിജോ ആൻഡ് ഫാമിലിയാണ്. ഇവർക്ക് സമ്മാനം നൽകുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ കിരൺ അവർകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശ്രീക്കും ഫാമിലിക്കും സമ്മാനം നൽകുന്നതിനായി ദിനേശ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനാർഹരായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമുക്ക് തീർച്ചയായും നല്ലൊരു കയ്യടി തന്നെ ഇവർക്ക് കൊടുക്കണം, അല്ലേ? അപ്പോൾ നല്ലൊരു കയ്യടി കൊടുത്തേ. ഔപചാരിക ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നന്ദി പ്രകാശത്തിനായി നമ്മുടെ സമാജം വൈസ് പ്രസിഡന്റ് DBS ക്ലസ്റ്റർ ഹെഡ് പ്രവീൺ ദേവ്രായ് സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
Good morning. Hi, good morning all. Namaskaram, ladies and gentlemen, and dignitaries on the dais. Thank you for giving us an opportunity to participate in this celebration. I think this is one of the great celebration at Kerala. Onam being celebrated in Kerala very nicely there. So I would take this opportunity to thank everyone for giving us an opportunity to participate in this event. Thank you very much. As I have been told that to just keep it short. Thank you. Happy Onam once again to everyone. Thank you very much. നന്ദി പ്രകാശത്തിനായി നമ്മുടെ സമാജം വൈസ് പ്രസിഡന്റ് ശ്രീ അമൃത്രാജ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning all. Once again this year our Samajam is celebrating Onam with great energy and enthusiasm. On behalf of RR Nagar Malayali Samajam, it's my privilege to extend our heartfelt gratitude to all who have made today's Onam celebration a memorable one. First and foremost, I would like to thank our respected President, Mr. Johnson, for his leadership vision and unwavering support in making this event a grand success. Your dedication continues to inspire us, and we are deeply grateful for all you do for our Samajam. A very special thanks to our chief guest, Ms. Rosin Jolly, the distinguished senior artist, for gracing us with your presence. Your warmth and words have brought so much joy to our gathering. We are truly honored by your participation, madam. Thank you. To our esteemed guest, Mr. Reggie Kumar, General Secretary of Kerala Samajam, thank you for joining us and sharing in our celebration. Your support adds immense value to our event, and we are grateful for your continued encouragement. I also thank our ex-cooperator, Mr. Manjunath, Mr. Rasel, for your gracious presence. Our heartfelt appreciation goes to our sponsors for your generous contributions, without which this event would not have been possible. Your support ensures that we can celebrate this auspicious occasion with grandeur and joy. I would like to especially thank Mr. Joel George of Federal Bank, Mr. Praveen Devrai of DBS Bank, Mr. Shashi Velapan of Planting International, Mr. BMS Raghukumar, and Mr. Tojo John, and all other sponsors for their generous contribution to our Samajam. A big thank to all our office bearers, our executive committee members, and all members of Samajam. Your hard work, coordination, and tireless efforts have brought everything together seamlessly. It is our dedication behind scenes that makes events like this a grand success. Thanks to all who are participating in today's cultural programs. I am certain it will be a wonderful performance today. Thanks to Manju and team for their wonderful light and sound system arrangement. To all the family members, friends, and entire RR Nagar Malayali Samajam community, thank you for being here today and sharing in the spirit of Onam. Your presence and enthusiasm are what truly make this festival a special. Finally, to everyone present today, thank you for your participation, your energy, and for making this celebration a true reflection of spirit of Onam. May this festival bring joy, peace, and prosperity to you and your family members. Let's continue to uphold the value of unity, love, togetherness that Onam stands for. Thank you, one and all. RR Nagar ಮಾಜಿ ಕಾರ್ಪೊರೇಟರ್ ಶ್ರೀ ರಾಮಚಂದ್ರಪ್ಪ ಸರ್ ನಮ್ಮ ಫಂಕ್ಷನ್ಗೆ ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ, ನಮ್ಮ ಮುಂದೆನೇ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. ಸರ್ ದಯವಿಟ್ಟು ಸ್ಟೇಜ್ ಮೇಲೆ ಬರಬೇಕು ಅಂತ ಕೇಳ್ಕೊತಿದ್ದೀನಿ. ಇವ್ರನ್ನ ಗೌರವಿಸೋದಕ್ಕೆ ಸಮಾಜಂ ಸೀನಿಯರ್ ಮೆಂಬರ್ ಅಬ್ರಹಾಂ ಅವರುಗಳನ್ನು ಸ್ಟೇಜ್ಗಳಿಗೆ ಕೈ ಕೊಡ್ತೀವಿ.
ರಾಮಚಂದ್ರಪ್ಪ ಸರ್ ನಮಗೋಸ್ಕರ 2 ಮಾತನಾಡಬೇಕು ಅಂತ ಇಷ್ಟಪಡ್ತಿದ್ದಾರೆ ಸರ್. 2 ಮಾತು ನಮಗೋಸ್ಕರ. ಲೇಟಾಗಿ ಬಂದು ಮಾತಾಡಿ ಡಿಸ್ಟರ್ಬ್ ಮಾಡೋದು ಬೇಡ ಅಂತೇಳಿ ಎಲ್ಲರಿಗೂ ಓಣಂ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ವೇದಿಕೆ ಮೇಲೆ ಎಲ್ಲ ಗಣ್ಯರೇ ಹಾಗೂ ಆಫೀಸ್ ಬೇರೆ ಎಲ್ಲ ಸ್ನೇಹಿತರೆ ಹಾಗೂ ರಾಜೇಶ್ ನಗರ ಮತ್ತು ಇಲ್ಲಿ ಎಲ್ಲ ವಾಸಿಸತಕ್ಕಂಥ ಎಲ್ಲ ಮಲಯಾಳಂ ಸಂಘದ ಮಲಯಾಳಿ ಸಮುದಾಯದ ಎಲ್ಲ ಆತ್ಮೀಯ ಬಂಧುಗಳೇ, ನಿಮಗೆಲ್ಲರಿಗೂ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. അടുത്തതായിട്ട് കഴിഞ്ഞ 2 മണിക്കൂറോളം ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നീതു ജോൺസനെയും അതുപോലെ രേഖയും ആദരിക്കുന്നതാണ്. അതിനുവേണ്ടി ജിഷ ടീച്ചറെ വിളിക്കുന്നു. അടുത്തതായി EC മെമ്പേഴ്സ് എല്ലാവരും വേദിയിലേക്ക് വരണം. ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും താഴേക്ക് നമ്മുടെ കലാപരിപാടികളെല്ലാം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വിശിഷ്ട അതിഥികളുടെ ശ്രദ്ധയ്ക്ക് കലാപരിപാടികളെല്ലാം മുഴുവനും കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. EC മെമ്പേഴ്സ് എല്ലാം ദയവായി സ്റ്റേജിനടുത്തേക്ക് വരേണ്ടതാണ്.